എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. 7 ഏപ്രിൽ 2023 ഹിന്ദു ന്യൂസ് റിവ്യൂ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ആദ്യത്തെ ന്യൂസ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് മസ്റ്റ് ടേക്ക് ഡൗൺ PIB ഫ്ലാഗ്ഡ് ഫേക്ക് ന്യൂസ്. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ട ന്യൂസാണ്? ഫേക്ക് ന്യൂസുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. IT റൂൾസ് അമെൻഡ് ചെയ്തിരിക്കുകയാണ് ഗവൺമെൻറ്. എന്തിനാണ്? ഫേക്ക് ന്യൂസ് കർബ് ചെയ്യാൻ വേണ്ടിയിട്ട് PIBനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ് എന്ത് ഫ്ലാഗ് ചെയ്യുന്നത്, ഫേക്ക് ന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത് ഫ്ലാഗ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. ആൻറ്റി ഗവൺമെൻറ് പോസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് പോസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? PIB ഫ്ലാഗ് ചെയ്യുമോ അത് ഫേക്ക് ന്യൂസ് ആണെന്ന്, അത് കണ്ടൻറ്റ് അപ്പോൾ തന്നെ റിമൂവ് ചെയ്യണം എന്നാണ് പുതിയ IT ലോ പറയുന്നത്. സെൻട്രൽ അമെൻസ് IT ലോ ഇൻ്റർമീഡിയറീസ് കനോട്ട് ബാങ്ക് ഓൺ സെക്ഷൻ 79 ദാറ്റ് നൗ ഗിവ്സ് ദം ഇമ്മ്യൂണിറ്റി ഫോർ കണ്ടൻറ്റ് പുട്ട് അപ്പ് ബൈ യൂസേഴ്സ്. They have to remove anti-government post once PIB sends out alert. PIB പറയാണ് ഫേക്ക് ന്യൂസ് ആണെങ്കിൽ അത് റിമൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. സെൻസറിങ് ഫേക്ക് ന്യൂസ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഐ ഡോണ്ട് വോണ്ട് എനിബഡി ടു കോൺഫ്ലിക്ട് ദിസ് ആസ് സെയിം ബാറ്റിൽ ഗ്രൗണ്ട് ബിറ്റ്വീൻ ഫ്രീ സ്പീച്ച് ആൻഡ് മിസ്ഇൻഫർമേഷൻ. മിസ്ഇൻഫർമേഷനും ഫ്രീ സ്പീച്ചും തമ്മിൽ കൺഫ്യൂഷൻ വേണ്ട എന്ന് പറയുന്നു. പക്ഷേ അത് പറയുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട്. കാരണം മിസ്ഇൻഫർമേഷനും അതുപോലെ തന്നെ ഫ്രീ സ്പീച്ചും എന്ന് പറയുന്നത്, അതിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബ്ലേഡാണ്. കാരണം ഇതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഏജൻസിയാണത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോനെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. എത്രമാത്രം എഫിഷ്യൻ്റാണ് അല്ലെങ്കിൽ കേപ്പബിളാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഈ പറയുന്ന ഫേക്ക് ന്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. കാരണം ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് കൺവേ ചെയ്യുന്നൊരു ഏജൻസിയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. അപ്പോൾ എത്രമാത്രം എഫക്റ്റീവായിട്ട് അവർക്ക് ട്രാൻസ്പാരൻസി കാര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻറ്റി ഗവൺമെൻറ് പോസ്റ്റുകൾ പലപ്പോഴും ക്രിയേറ്റീവ് ക്രിറ്റിസിസവും ആവാം. ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ഡെമോക്രസിയിൽ. അപ്പോൾ അത് ഏത് രീതിയിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ടത് മുമ്പോട്ട് കൊണ്ടുപോയി, ഫ്ലാഗിങ് ഓഫ് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്ന പ്രോസസ്സ് പ്രക്രിയ എത്രമാത്രം എഫക്റ്റീവായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ടി വരും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആൻഡ് അതർ ഇൻ്റർമീഡിയറീസ് ഓൺ ദ ഇൻ്റർനെറ്റ് ആർ നൗ റിക്വയർഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഫേക്ക് ന്യൂസ് ആർട്ടിക്കിൾസ് അബൌട്ട് ദ യൂണിയൻ ഗവൺമെൻറ് ഡീംഡ് ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ഇറ്റ്സ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആർ ടേക്കൺ ഡൗൺ ഫ്രം ദെയർ പ്ലാറ്റ്ഫോംസ് വെൻ ദേ ആർ അലേർട്ടഡ് ടു സച്ച് പോസ്റ്റ്. അപ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ് ഏജൻസി, അവരാണ് ഫേക്ക് ന്യൂസ് ഫ്ലാഗ് ചെയ്യുന്നത്. അതുപോലെ അതിനനുസരിച്ച് നിർബന്ധമായിട്ട് എന്താണ്, ഈ ഫേക്ക് ന്യൂസ് റിമൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. PIB എത്രമാത്രം എഫിഷ്യൻ്റാണ്, ഇത് ഫേക്കാണ് അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ. രണ്ട്, എത്രമാത്രം ട്രാൻസ്പാരൻ്റ് ആണ്. ഇതിലൊരു ബയസ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ പോസ്റ്റുകളും റിമൂവ് ചെയ്യേണ്ടി വരുമോ? കാരണം ഈ ഡെമോക്രസിയിൽ ക്രിയേറ്റീവ് ക്രിറ്റിസിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകുമോ? കാരണം പ്രസ് ഫ്രീഡം അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന ഒരുപാട് ഇൻഡെക്സസ്, ഇൻ്റർനാഷണൽ ഇൻഡെക്സസ് പറയുകയാണ് പ്രസ് ഫ്രീഡത്തിന് ഇന്ത്യയിൽ വളരെയധികം ലോ റാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ പോയിൻ്റാണ്. അടുത്തത്, പോസ് നോട്ട് പിവട്ട് സേസ് ഡാസ് ആഫ്റ്റർ RBI ഹോൾഡ്സ് പോളിസി റേറ്റ് അറ്റ് 6.5%. RBIയുടെ പോളിസി റേറ്റ്സ് ഈ ബൈ മന്ത്ലി പോളിസി മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, പ്രൈസ് സ്റ്റെബിലിറ്റിയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കൈവരിക്കണമെങ്കിൽ നമുക്ക് ഒരു ഗ്രോത്തിന് പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. എപ്പോഴും പോളിസി നിരക്കുകൾ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനും ഗ്രോത്തിനും അതിനെ അഡ്വേഴ്സായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ 6.5 പോളിസി റേറ്റ് അറ്റ് 6.5 ആയിട്ട് പെഗ് ചെയ്ത് വെക്കുന്ന സമയത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു ഗിവ് എ വയബിൾ എൻവയോൺമെൻറ്റ് ഫോർ ഗ്രോത്ത് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ഈ ടൈറ്റനിങ് പോളിസി ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ അതുപോലെ തന്നെ ഗ്രോത്തിനെ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും പോളിസി നിരക്കുകൾ വർദ്ധിപ്പിക്കൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡായിട്ട് തോന്നുന്നില്ല. കാരണം വയബിളായിട്ടൊരു എൻവയോൺമെൻറ്റും കൂടി ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിനും മറ്റ് എന്താ പറയുക ഓവറോൾ എക്കണോമിക് ഔട്ട്പുട്ടിനും ആവശ്യമാണ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, മില്ലറ്റ് ഫാമിംഗ് ഷോസ് റിവൈവൽ ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ഡിക്ലൈൻ. ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. മില്ലറ്റ്സിന് ഇമ്പോർട്ടൻസ് ഉള്ളൊരു വർഷമാണ്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് 2023 ആണ്. അപ്പോൾ മില്ലറ്റ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള വർഷമായതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഒന്ന് ഓർത്ത് വെക്കണം, 2023 ആണ്. അടുത്ത കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, CM to open ലൈഫ് സയൻസസ് പാർക്ക് ലാബ്. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ വിൽ ഇനോഗ്രേറ്റ് ദ അഡ്മിൻ ആൻഡ് ബയോടെക് ലാബ് അറ്റ് ബയോ 360 ലൈഫ് സയൻസസ് പാർക്ക് തോന്നക്കൽ ആൻഡ് ഫോർമലി ഹാൻഡ് ഇറ്റ് ഓവർ ടു ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഓൺ April 19. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. CM to open ലൈഫ് സയൻസ് പാർക്ക് ലാബ് എവിടെയാണ്? തിരുവനന്തപുരം അല്ലേ, തോന്നക്കൽ. ഇന്നത്തെ എഡിറ്റോറിയൽ, ഓപ്പൺ ജസ്റ്റിസ്, സുപ്രീം കോർട്ട് സ്ട്രൈക്സ് എ ബ്ലോ ഫോർ ബോത്ത് മീഡിയ ഫ്രീഡം ആൻഡ് ഫെയർ പ്രൊസീജിയർ. അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ട ന്യൂസാണ്? മലയാളം മീഡിയ ചാനലായിട്ടുള്ള മീഡിയ 1 എന്ന് പറയുന്ന ചാനലിൻ്റെ
ആക്ടിവിറ്റീസ് കേർവ് ചെയ്തുകൊണ്ടിട്ടുള്ള ഹൈക്കോടതി ജഡ്ജ്മെൻറ്റായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഒരു ന്യൂസ് ചാനലിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ക്രിട്ടിസൈസ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരു ന്യൂസ് ചാനൽ ബാൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിലും എന്താണ് ഡിസ്കഷൻ പോയിന്റ്, റോൾ ഓഫ് പ്രസ്, ക്രിയേറ്റീവ് ക്രിറ്റിസിസം, സീൽഡ് കവർ, ജൂറിസ്പ്രുഡൻസ് ഓഫ് ദി ഹൈ കോർട്ട്സും സുപ്രീം കോർട്ട്സും ഒക്കെയാണ് ഇന്നത്തെ ഡിസ്കഷൻ പോയിന്റ് എന്ന് പറയുന്നത്. സുപ്രീം കോർട്ട് വേർഡ് സെറ്റിംഗ് aside the denial of broadcasting permission to Malayalam channel Media One is one that protects the media against arbitrary action and bars the use of undisclosed national security considerations as pretext to shut down an outlet. അപ്പോൾ പല കാര്യങ്ങളും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഒന്ന്, ഈ സീൽഡ് കവർ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഈയിടെ പോലും ക്രിട്ടിസൈസ് ചെയ്തൊരു കാര്യമാണ്. കാരണം ഗവൺമെൻറ് അതോറിറ്റീസ് നാഷണൽ ഇൻട്രസ്റ്റിലുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില എക്സ്ക്യൂസസ് ഉണ്ടാക്കിയിട്ട് നേരിട്ട് ഡിസ്ക്ലോസ് ചെയ്യാതെ സീൽഡ് കവറിൽ ചില കാര്യങ്ങൾ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കില്ല. പബ്ലിക്കിന് എന്താണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വിശ്വാസം നഷ്ടപ്പെടും. മൂന്ന്, പുറത്തുള്ള ആൾക്കാർക്ക് ഇത് എന്താണ് കൊടുത്തതെന്ന് അറിയില്ല, എന്ത് കാരണം കൊണ്ടാണ് ചില കാര്യങ്ങൾ ബാൻ ചെയ്തതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ട്രാൻസ്പാരൻസി നഷ്ടപ്പെടുന്നുള്ളത് കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് സീൽഡ് കവർ ജൂറിസ്പ്രുഡൻസ് വേണ്ട ചില കാര്യങ്ങളിൽ. ഇപ്പോൾ ഈ ഇതിനിടെ പോലും സെബി അദാനി ഗ്രൂപ്പിൻ്റെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള കമ്മിറ്റി, അതായത് അദാനി ഗ്രൂപ്പ്സിൻ്റെ മുകളിലുള്ള അലിഗേഷൻസ് ശരിയാണോ എന്നുള്ള കമ്മിറ്റി SC പാനൽ വച്ചപ്പോഴും ഗവൺമെൻറ് സീൽഡ് കവർ ജൂറിസ്പ്രുഡൻസ് സജഷൻസ് എന്ന രീതിയിൽ കൊണ്ടുവന്നിരുന്നു. അപ്പോഴും 50th CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്നത് അത് വേണ്ട എന്നാണ്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിൻ്റെ വിശ്വാസം ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ കുറക്കുമെന്നുള്ളത് കൊണ്ടും അതുമാത്രമല്ല ട്രാൻസ്പാരൻസി വളരെ കുറവായിരിക്കും എന്നുള്ളത് കൊണ്ടും അത് വേണ്ട എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ഇതേപോലെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. കോർട്ട് ഹാസ് സ്ട്രക്ക് എ ബ്ലോ ഫോർ മീഡിയം ഫ്രീഡം ബൈ റൂളിംഗ് ദാറ്റ് ദ ഗവൺമെൻറ് കുഡ് നോട്ട് ടേം ക്രിട്ടിക്കൽ കവറേജ് ഓർ എയറിംഗ് ഓഫ് ക്രിട്ടിക്കൽ ഒപ്പീനിയൻസസ് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് സോ ഇനീഷ്യേറ്റ് ആക്ഷൻ. അപ്പോൾ എല്ലാത്തിനും ആക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ പറഞ്ഞ ഒപ്പീനിയൻ ബാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നു. ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. യൂസ് ഓഫ് സച്ച് ടെർമിനോളജി റെപ്രസെൻറ്റ്സ് ആൻ എക്സ്പെക്ടേഷൻ ദാറ്റ് ദ പ്രസ് മസ്റ്റ് സപ്പോർട്ട് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ എന്ത് ഗവൺമെൻറ് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയം ആയിരിക്കണം പ്രസ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ആ രീതി ശരിയല്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. ഡിനയൽ ഓഫ് സെക്യൂരിറ്റി ക്ലിയറൻസ് ടു എ മീഡിയ ചാനൽ ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഇറ്റ് വാസ് എൻറ്റൈറ്റിൽഡ് ടു ഹോൾഡ് പ്രൊഡ്യൂസ് എ ചില്ലിംഗ് എഫക്റ്റ് ഓൺ എ ഫ്രീ സ്പീച്ച് ആൻഡ് പർട്ടിക്കുലർലി ഓൺ പ്രസ് ഫ്രീഡം. ദ ബെഞ്ച് ആൾസോ സൈറ്റഡ് substantiative grounds to allow Media One's petitions that the security clearance cannot be denied based on its alleged anti-establishment stance or a bold claim that its shareholders have links with the Jamaat-e-Islami. അപ്പോൾ അൺറീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ അലോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. എ സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട് ഓഫ് ദ ജഡ്ജ്മെൻറ്റ് ഈസ് ദാറ്റ് ഇറ്റ് സീക്സ് ടു എൻഡ് ദ കാഷ്വൽ റിസോർട്ട് ടു സീൽഡ് കവർ. കാഷ്വലായിട്ട് ഈ സീൽഡ് കവർ പ്രൊസീജിയർ വേണ്ട. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് സീൽഡ് കവർ പ്രൊസീജിയർ എന്താണെന്നുള്ളത്, അതും വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം ഡെമോക്രസിയിലെ പ്രസ്സിന് ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം ഫ്രീഡം ഓഫ് പ്രസ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് പോളിസീസിൽ ഫ്രീഡം ഓഫ് പ്രസ് അപ്ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാണ്. മാത്രമല്ല ക്രിയേറ്റീവ് ക്രിറ്റിസിസം, നമ്മൾ ആദ്യത്തെ ന്യൂസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഗവൺമെൻറ് പോളിസിയെ ക്രിയേറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ളതും, പിന്നെ ട്രാൻസ്പെറൻസി, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ സുപ്രീം കോടതിയാണെങ്കിൽ പോലും ഈ സീൽഡ് കവർ ജൂറിസ്പ്രുഡൻസ് പോലുള്ള കാര്യങ്ങൾ, സീൽഡ് കവർ പോലെയുള്ള പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഈ പറയുന്ന ട്രസ്റ്റ് വർത്തിനെസ്സിലുള്ള ക്രെഡിബിലിറ്റിയുടെ പ്രശ്നം എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈസ് ദ ഇന്ത്യ ഭൂട്ടാൻ റിലേഷൻഷിപ്പ് ഇൻടാക്റ്റ്. അപ്പോൾ ഭൂട്ടാൻ കിങ് അതുപോലെ തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും കൂടിയുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ബോർഡർ സെക്യൂരിറ്റിയാണ്. ദോക്കലാം എന്ന് പറയുന്ന ഏരിയയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ചർച്ചാ വിഷയത്തിലുള്ളത്. കാരണം ഒരു ട്രൈ ജംഗ്ഷനാണ്, ഭൂട്ടാൻ ചൈന ഇന്ത്യ ട്രൈ ജംഗ്ഷനാണ് ദോക്കലാം. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചൈനാസ് ലാൻഡ് ഗ്രാബ് പോളിസിയാണ്. എപ്പോഴും ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു ടെറിട്ടോറിയൽ അനക്സേഷൻ പോലെ എല്ലാ സ്ഥലത്തും ലാൻഡ് ഡിസ്പ്യൂട്ട്സും, അതുപോലെ തന്നെ ഇപ്പോൾ സൗത്ത് ചൈന സീയിൽ ചൈനയുടെ പ്രസൻസ് പോലെ തന്നെ അരുണാചൽ പ്രദേശിലെ തവാങ്ങിലൊക്കെ ഈ പറയുന്ന അവരുടെ ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏരിയാസ് അവർ റീനെയിം ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഒരു ലാൻഡ് ഗ്രാബ് പോളിസി ചൈനയുടെ ഉണ്ട്. അപ്പോൾ ഈ ദോക്കലാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഇന്ത്യ ഭൂട്ടാൻ ചർച്ചയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദോക്കലാം. കാരണം അതൊരു ട്രൈ ജംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ലാൻഡ് ഡിസ്പ്യൂട്ട്സ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അത് ഓർത്ത് വെച്ചാൽ മതി. ദോക്കലാം എന്ന് പറഞ്ഞ ഏരിയ ട്രൈ ജംഗ്ഷനാണ്. ഗവൺമെൻറ് അമെൻസ് റൂൾസ് റെഗുലേറ്റിംഗ് ഓൺലൈൻ റിയൽ മണി ഗെയിമിംഗ്. അപ്പോൾ IT മിനിസ്ട്രിയുടെ
റൂൾസ് അമെൻഡ് ചെയ്തിരിക്കുകയാണ്. ടു അവോയ്ഡ് ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ടാഗ് ഇഫ് ദേ ഗെറ്റ് എ സെൽഫ് റെഗുലേറ്ററി ബോഡീസ് നോട്ട് INB ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി റാപ്സ് മീഡിയ ഫോർ ക്യാരിങ് ആഡ്സ് ഓഫ് ബെറ്റിംഗ് പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ബെറ്റിംഗ് പ്ലാറ്റ്ഫോംസുമായി ബന്ധപ്പെട്ടുള്ള ആഡ്സിനും റെസ്ട്രിക്ഷൻ ഉണ്ട്. തൽക്കാലം അത്രമാത്രം അറിഞ്ഞാൽ മതി. കാര്യമായിട്ട് കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യമായിട്ടൊന്നും അതിൽ ഇല്ല. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റ് അറ്റ് 10,000 points അക്രോസ് നേഷൻ അഗെയിൻസ്റ്റ് ഡൈല്യൂട്ടിങ് MGNREG. MGNREG എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ടാണ്. ഇപ്പോൾ റൂറൽ ഏരിയാസിൽ ലൈവ്ലിഹുഡ് അതേപോലെ ജോലിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് MGNREG എന്ന് പറയുന്നത്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സ്കീമാണ്. അതിൻ്റെ ബഡ്ജറ്റ് കട്ട് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചർച്ചാ വിഷയമായിരുന്നു. കാരണം അതിൻ്റെ ബഡ്ജറ്റ് ലേ ഓഫ് വളരെയധികം കുറച്ചു എന്ന രീതിയിൽ ആരോപണങ്ങൾ വന്നിരുന്നു. മാത്രമല്ല സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഫണ്ട് ഷെയറിങ് എന്ന് പറയുന്നത് ഇനി വീണ്ടും കുറക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റേറ്റ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ എന്താണ് ഈ പറയുന്ന MGNREGയുടെ എഫക്റ്റീവ്നെസ് കുറക്കും. കാരണം ഇംപ്ലിമെൻറ്റേഷൻ്റെ എഫക്റ്റീവ്നെസ് കുറക്കും. കാരണം സ്റ്റേറ്റിന് ഓൾറെഡി ബേർഡൻഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സ്റ്റേറ്റ് ഇതിൻ്റെ ഫണ്ട്സ് കൂടുതൽ ഷെയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് MGNREG പോലുള്ളൊരു സ്കീമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ബ്ലോക്കാവും എന്നേ ഉള്ളൂ. പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ MGNREGയിൽ പുതിയ നിയമങ്ങളെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ അറ്റൻഡൻസ്, ഇപ്പോൾ ഈ പറഞ്ഞ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ജോലി എന്ന രീതിയിൽ MGNREGയിലൊന്നും ഡിജിറ്റൽ അറ്റൻഡൻസ് ഫീസിബിൾ ആവില്ല. അപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഡിജിറ്റൽ അറ്റൻഡൻസ് നിർബന്ധമാക്കിയതിൽ കൂടെ തന്നെ ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സ്കീമിൻ്റെ എസെൻസ് നഷ്ടപ്പെടുകയാണെന്നുള്ളത് ഓൾറെഡി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റ് അറ്റ് 10,000 points അക്രോസ് നേഷൻ അഗെയിൻസ്റ്റ് ഡൈല്യൂട്ടിങ് MGNREG. അതുകൊണ്ട് തന്നെ MGNREG സ്കീം ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോർട്ടിഫൈഡ് റൈസ് ത്രൂ PDS ഓൺ ട്രാക്ക് എന്ന് പറയുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്കൂടെയുള്ള ഫോർട്ടിഫൈഡ് റൈസ് ഡിസ്ട്രിബ്യൂഷൻ ട്രാക്കിലാണെന്ന് പറയുന്നത്. എന്താണ് ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുന്നത്? ന്യൂട്രിയൻസ് എൻട്രി ചെയ്തിരിക്കുന്ന റൈസാണ് ഫോർട്ടിഫൈഡ് റൈസ്. ഒന്ന് ഓർത്ത് വെക്കണേ, ഫോർട്ടിഫൈഡ് റൈസ്. അടുത്തത് മാക്രോൺ ടെൽസ് ചൈന സിംപിങ് ടു റീസൺ വിത്ത് റഷ്യ ഫോർ പീസ് ഇൻ ഉക്രൈൻ. അപ്പോൾ ഉക്രൈനുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. റഷ്യ ഇടപെട്ട് ഉക്രൈനിൽ പീസ് റീ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറയുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് സേസ് ദ റഷ്യൻ അഗ്രഷൻ ഇൻ ഉക്രൈൻ ഹാസ് ഡെൽറ്റ് എ ബ്ലോ ടു ഇന്റർനാഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് ആസ്ക്സ് ചൈനീസ് കൗണ്ടർപാർട്ട് ടു പ്രസ് മോസ്കോ ടു കംപ്ലൈ വിത്ത് ഇന്റർനാഷണൽ റൂൾസ് ഓൺ നോൺ പ്രൊളിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ന്യൂക്ലിയർ വെപ്പൺസുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊന്നും എസ്കലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചൈന പ്രസ് ചെയ്യണമെന്നാണ് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറയുന്നത്. എങ്ങനെയാണ് ഗ്ലോബൽ ഇൻസ്റ്റെബിലിറ്റിന് ഈ പറയുന്ന ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്? റഷ്യ ഉക്രൈൻ വാർ February 24, 2022 തുടങ്ങിയതാണ്, ഒരു വർഷം പിന്നിടുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഗ്ലോബൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? ഇൻഫ്ലേഷൻ എന്തായാലും കൂടി, ഫുഡ് പ്രൈസസ് കൂടി. കാരണം ഡിസ്ട്രിബ്യൂഷൻ സപ്ലൈ ചെയിൻസ് ഒക്കെ ഡിസറപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡ് പ്രൈസസ് കൂടി, ഇൻഫ്ലേഷൻ കൂടി, അതുപോലെ തന്നെ ഓയിൽ പ്രൈസസ് കൂടി, പിന്നെ സപ്ലൈ ചെയിൻ ഡിസറപ്ഷൻസ് ഉണ്ട്, പിന്നെ ഓവറോൾ ഇൻസെക്യൂരിറ്റി ഈ പറയുന്ന ഗ്ലോബൽ ഗ്രോത്ത് ഒക്കെ കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റഷ്യ ഉക്രൈൻ വാറിനെ കൊണ്ടുണ്ടായ ഗ്ലോബൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ വേണമെന്നും മാത്രമല്ല, ഇപ്പോൾ നാറ്റോ പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ വെസ്റ്റേൺ അലീസ് ഒക്കെ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എത്രമാത്രം എഫക്റ്റീവായിട്ട് റഷ്യയെ ചെറുത്ത് നിൽക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഇത് വാർ പ്രൊലോങ് ചെയ്യുന്നത് ഏത് കമ്മ്യൂണിറ്റിക്കും നല്ലതല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ അലീസ് ഈ പറയുന്ന ഇപ്പോൾ ജർമ്മനി ലെപ്പോർഡ് 2 എന്ന് പറഞ്ഞ ടാങ്ക്സ്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ പാട്രിയറ്റ് മിസൈൽസ് ഇസ്രായേൽ കൊടുത്തു, ഈ US പാട്രിയറ്റ് മിസൈൽസ് ഉക്രൈന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ഡിപ്ലോമസിയിലൂടെ ആ കാര്യം തീർക്കാൻ വേണ്ടി ഗ്ലോബൽ ലീഡേഴ്സ് തയ്യാറാവണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഈ ഗ്ലോബൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അധികകാലം പോയി കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ ഡീഗ്രോത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ലോ ഡൗൺ ഇൻ ദ എക്കോണമി ഗ്രാജുവലി വന്നു തുടങ്ങും. അപ്പോൾ അതെല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കും. അപ്പോൾ എപ്പോഴും പീസ് ടോക്സ് വഴിയും ഡിപ്ലോമസി വഴിയും വാർ തീർക്കുന്നതാണ് എഫക്റ്റീവായിട്ടുള്ള സജഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന IPL സീസൺ എന്ന് പറയുന്നത് IPL 16th എഡിഷനാണ്. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂകളിൽ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. ബൈ, ടേക്ക് കെയർ.